തൃശൂരിൽ KSRTC ബസ് ഇടിച്ചു തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകാനുള്ള നടപടികൾ തുടങ്ങി. ശില്പിയും മന്ത്രി കെ രാജനും പ്രതിമയ്ക്കരികിലെത്തി. പ്രതിമ തിരുവനന്തപുരത്ത് എത്തിച്ച് അറ്റകുറ്റപ്പണികൾ നടത്താനാണ് ശ്രമം. പ്രതിമ പുനഃസ്ഥാപിക്കാൻ 2 മാസം വേണ്ടിവരുമെന്ന് ശില്പി പറഞ്ഞു. കിരൺ കുമാർ ചേരുന്നു. കിരൺ, KSRTC ബസ് ഇടിച്ചു തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ അറ്റകുറ്റപ്പണിക്കായി അവിടെ നിന്നും എടുത്ത് മാറ്റുകയാണ്. തിരുവനന്തപുരത്ത് എത്തിച്ച് അറ്റകുറ്റപ്പണികൾ നടത്താനാണ് നിലവിലുള്ള ശ്രമം. ഏതു രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കാര്യങ്ങൾ? രോഹിണി, കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് തൃശ്ശൂർ നഗരത്തിൽ ഇരിക്കുന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ KSRTC ബസ് ഇടിച്ച് തകർന്നത്. നിയന്ത്രണം വിട്ട KSRTC ബസ് ഈ ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചു കയറുകയും പിന്നീട് പ്രതിമ പൂർണ്ണമായിട്ട് നിലത്തേക്ക് വീഴുകയും ചെയ്തിരുന്നു. ഈ പ്രതിമ പുനഃസ്ഥാപിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തൃശ്ശൂരുകാരെ സംബന്ധിച്ച് ഈ പൂരം അതൊക്കെ പോലെ തന്നെ വളരെ വൈകാരികമായിട്ടുള്ള ഒരു കാര്യമാണ് ശക്തൻ തമ്പുരാൻ. ഈ പ്രതിമ തകർന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിരുന്നതാണ്. ഏതായാലും ഇപ്പോൾ ഇതിൻ്റെ ശില്പി തന്നെ നേരിട്ട് സ്ഥലത്തെത്തുകയും ഇത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും ഈ പ്രതിമ കൊണ്ടുപോയി മറ്റൊരിടത്ത്, അതായത് തിരുവനന്തപുരത്ത് എത്തിച്ച് നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ഏതായാലും ഇതിൻ്റെ ഇപ്പോൾ ഇത് മാറ്റുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ഇതിൻ്റെ ജോലിക്കാർ തന്നെയുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഇത് ഇപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം? നമസ്കാരം. ഇത് കൃത്യം 4 മണിക്ക് മറ്റേ JCB വെച്ച് മറ്റേ ലോറിയിൽ കയറ്റി കൊണ്ടുപോകും. അതിനുശേഷം പിന്നെ ഇത് തിരുവനന്തപുരം അവിടെ മ്യൂസിയത്തിൽ കൊണ്ടുപോയിട്ടാണ് ഇതിൻ്റെ പണി നടക്കുക. എത്ര നാളെടുക്കും ഇതിൻ്റെ ഒരു നിർമ്മാണം? മാസമാണ് നേരത്തെ മന്ത്രിയായിട്ട് സംസാരിച്ചപ്പോൾ 2 മാസമാണ് അതിന് കാലാവധി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ തറയും പണിയണമല്ലോ, അപ്പോൾ 2 മാസം എന്തായാലും. അപ്പോൾ ഇത് കേടുകൂടാതെ കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിർമ്മിക്കണം? പുനർനിർമ്മാണം രണ്ടാമത് വേറെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഇത് ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഇത് മുറിഞ്ഞുണ്ടല്ലോ. അപ്പോൾ അവർ നേരത്തെ ഇവിടെ മറ്റുള്ള TV മാധ്യമങ്ങളൊക്കെ വന്നപ്പോൾ അവർ സംസാരിച്ചതെന്ന് വെച്ചാൽ രണ്ടാമത് ഇത് ഉരുക്കി പുതിയതാക്കിയിട്ട് നല്ല രീതിയിലാക്കുന്നതാണ് പറഞ്ഞത്. അങ്ങനെയാണ് അത് ചെയ്യുക. രോഹിണി, ഏതായാലും നേരത്തെ ഈ ശില്പി അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു. മന്ത്രി കെ രാജനും ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ ശില്പി പറഞ്ഞത് ഈ പ്രതിമ ഇവിടെ നിന്നും കൊണ്ടുപോയി അതിനുശേഷം ഈ ഇപ്പോൾ വെൽഡിങ്ങിൽ ഇതിൻ്റെ വീണിട്ടുള്ള ഭാഗങ്ങളിൽ തിരികെ വെൽഡ് ചെയ്ത് വെക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ KSRTC ബസ് ഇടിച്ച് തകർന്നതുകൊണ്ട് തന്നെ ഈ പ്രതിമ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി KSRTC 10 ലക്ഷം രൂപ ഇതിന് നൽകാം എന്നുള്ളൊരു കാര്യം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തൃശ്ശൂർ MLA ബാലചന്ദ്രൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിച്ച 20 ലക്ഷം രൂപ ഈ പ്രതിമ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പ്രതിമ പുനഃസ്ഥാപിക്കാനായിട്ട് 50 ലക്ഷത്തോളം രൂപ വേണ്ടി വരും എന്നുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ ശില്പി നേരത്തെ അറിയിച്ചത്. 13 വർഷം മുൻപാണ് തൃശ്ശൂർ നഗരത്തിൽ ഈ പ്രതിമ സ്ഥാപിക്കുന്നത്. ആ സമയത്ത് പ്രതിമയുടെ നിർമ്മാണത്തിന് ആവശ്യമായി വന്നത് 30 ലക്ഷം രൂപയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി മാത്രം 50 ലക്ഷം രൂപ ആകും എന്നുള്ളൊരു കണക്കൂട്ടലാണ് ഏതായാലും ശില്പി അടക്കമുള്ളവർ നേരത്തെ ഈ പരിശോധന നടത്തിയതിന് ശേഷം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രതിമ ഇനി ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിച്ച് ബാക്കി അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. രോഹിണി, കിരൺ, നമ്മളിപ്പോൾ കാണുന്നത് പ്രതിമ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണല്ലോ. ഇത് ഇനി ഏത് മാർഗമാണ്? റോഡ് മാർഗം തിരുവനന്തപുരത്ത് എത്തിക്കേണ്ടതുണ്ട്. പക്ഷേ നിലവിലിപ്പോൾ 4-5 പണിക്കാരെ മാത്രമേ കാണുന്നുള്ളൂ. ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങളുടെ ആവശ്യം വേണ്ടി വരുമോ? അതുമായി ബന്ധപ്പെട്ട് അവർ എങ്ങനെയാണിത് നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും അതിലേക്ക് കടക്കുക? രോഹിണി, ഏതായാലും നേരത്തെ ഇവർ പറഞ്ഞിരുന്നത് ഇത് ക്രെയിൻ വേണ്ടി വരും ഈ സാധനങ്ങൾ മാറ്റുന്നതിന് വേണ്ടി. ചേട്ടാ, ഇതെങ്ങനെയാണ് ഇവിടെ നിന്നിപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പൊക്കി മാറ്റാനായിട്ട്? ക്രെയിൻ കൊടുന്നിട്ട് ലിഫ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അതായത് ഇത് ഈ പൈപ്പ് വെച്ചിട്ട് ഇത് ഫുള്ള് ഇങ്ങനെ ഇതുകൊണ്ട് കയറുകൊണ്ട് ഫുള്ളായിട്ട് വരിഞ്ഞ് കെട്ടും. ഈ ശില്പം ഒടിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് ഫുള്ളായി കെട്ടിയിട്ട് ക്രെയിൻ കൊടുന്ന് ലോറിയുടെ അടിയിൽ ടയറിട്ട് പാക്ക് ചെയ്തിട്ട് ക്രെയിൻ കൊടുന്ന് പൊക്കി ലിഫ്റ്റ് ചെയ്തിട്ട് നേരെ ലോറിയിൽ വെച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. നമ്മൾ ഈ പറഞ്ഞ പോലെ 4 മണിക്കുള്ളിൽ ഇത് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? എത്ര ഏകദേശം ഓൾമോസ്റ്റ് ഒരു ഇത് വർക്കൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ അടിയിലുള്ളൊരു ജോയിൻറ്റ് പൊട്ടിക്കുള്ളൂ. അതായത് ക്രെയിൻ കൊടുന്ന ബെൽറ്റ് ഇട്ട് നിർത്തിയതിന് ശേഷം അത് പൊട്ടിക്കുള്ളൂ. എന്താ വെച്ചാൽ ഇത് ഫ്രണ്ടിലേക്ക് മറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ പൈപ്പുകൾ ഇങ്ങനെ കെട്ടുന്നത് അതായത് ഇത് പൊട്ടാതിരിക്കാനാണ്. ഇനി ഇത് ഈ 2 പൈപ്പ് വെച്ചിട്ട് ഫുള്ളായിട്ട് കയറിട്ടിട്ട് ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് കെട്ടും ഈ ശില്പത്തിന്.
ഇനി ഇത് ഒടിയാതിരിക്കാനോ അതിൻ്റെ ഇപ്പം നിലവിലത്തെ ഇതിൽ നിന്ന് മാറ്റം വരാതിരിക്കാനോ വേണ്ടിയിട്ട് ചെയ്യുന്നതാണിത്. രോഹിണി, ഏതായാലും ഈ ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥയിൽ അത് വലിയ മാറ്റങ്ങളില്ലാത്ത രീതിയിൽ ശില്പത്തിന് കൂടുതൽ കേടുപാടുകൾ പറ്റാത്ത രീതിയിൽ കയർ ഉപയോഗിച്ച് ഇരുമ്പ് പൈപ്പിലേക്ക് ഇത് ചുറ്റി വരിഞ്ഞതിന് ശേഷം പിന്നീട് ടയർ വെച്ച് പാക്ക് ചെയ്തിട്ടുള്ള ലോറിയിലേക്ക് മാറ്റും എന്നുള്ളൊരു കാര്യമാണ് ഇവർ ഇപ്പോൾ പറയുന്നത്. ഇതിനുവേണ്ടി തയ്യാറായി കഴിയുമ്പോൾ, അതായത് ഇപ്പോഴുള്ള ഈ പരിപാടി, അതായത് ഈ പൈപ്പിലേക്ക് ഇത് വലിച്ചു കെട്ടിയതിന് ശേഷം ഉടനെ തന്നെ ഇത് മാറ്റുന്നതിന് വേണ്ടിയുള്ള ക്രെയിൻ സംവിധാനം എത്തും. അതിനുശേഷം ലോറിയിൽ കയറ്റി ഇവിടെ നിന്നും കൊണ്ടുപോകുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നത്. അതെ, കിരൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 2 മാസമെങ്കിലും ഈ അറ്റകുറ്റപ്പണിക്കായി മാത്രം കാലതാമസം വേണ്ടി വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം ശക്തൻ തമ്പുരാൻ പ്രതിമ ഒരു വൈകാരികത കൂടിയാണ്. ഇവിടെ നിന്നും തിരുവനന്തപുരത്ത് എത്തിച്ചാൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ എന്നുള്ള ശില്പിയുടെ ആവശ്യപ്രകാരമാണോ ഇത്ര ദൂരം ഈ രീതിയിലൊക്കെ കൊണ്ടുവന്ന് അറ്റകുറ്റപ്പണി നടത്തേണ്ടി വരുന്നത്? തീർച്ചയായിട്ടും രോഹിണി, ഈ ശില്പം നേരത്തെ ഈ 13 വർഷം മുൻപ് തിരുവനന്തപുരത്ത് നിർമ്മിച്ച് അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകാനായിട്ട്, ഇവിടെ നിന്ന് മാറ്റി തിരുവനന്തപുരത്ത് തന്നെ എത്തിച്ച് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതിന് വേണ്ടിയുള്ള കാര്യമാണ് ശില്പി നിർദ്ദേശം വെച്ചിരിക്കുന്നത്. നേരത്തെ ഈ അപകടമുണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ തൃശ്ശൂരിൽ ജില്ലയിൽ തന്നെയുള്ള ഒരു ശില്പിയെ വിളിച്ച് ഈ പ്രതിമയുടെ കേടുപാടുകളൊക്കെ പരിശോധിച്ചിരുന്നു. ആ സമയത്ത് തന്നെ അദ്ദേഹം അറിയിച്ചിരുന്നൊരു കാര്യം, ഇത് പുനർനിർമ്മിക്കാൻ, ഇതിൻ്റെ ഈ അറ്റകുറ്റപ്പണികൾ നടത്തി പുനഃസ്ഥാപിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. പിന്നെ എന്നിരുന്നാൽ പോലും ഇത് നിർമ്മിച്ച ശില്പി ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി നിർമ്മാണ പ്രവൃത്തികൾ നടത്തണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു മുന്നോട്ട് വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയും ഒപ്പം മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ ഇത് നിർമ്മിച്ച ശില്പിയെ തന്നെ എത്തിക്കാം എന്നുള്ളൊരു തീരുമാനമെടുക്കുകയായിരുന്നു. അദ്ദേഹം ഈ സ്ഥലത്തെത്തുകയും പിന്നീട് ഈ പ്രതിമയുടെ അവസ്ഥകളെല്ലാം തന്നെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ളൊരു തീരുമാനവും എടുത്തത്. കഴിഞ്ഞ ആഴ്ച, ഈ 2 ആഴ്ച മുമ്പ് KSRTC ബസ് ഇടിച്ച് കയറിയ സമയത്ത് വീണതാണ് ഈ പ്രതിമ. ആ വീണ അവസ്ഥയിൽ നിന്ന് തന്നെ കൂടുതൽ കേടുപാടുകൾ പറ്റാതിരിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ താഴെ ഭാഗങ്ങളിലായിട്ട് ചെറിയ ഈടൊക്കെ വെച്ച് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഈ കോൺക്രീറ്റ് കട്ടകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈട് വെച്ച് തന്നെയാണ് ഈ പ്രതിമ ഇങ്ങനെ നിൽക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായി തന്നെ ഇതിങ്ങനെ മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. തൃശ്ശൂരുകാരെ സംബന്ധിച്ച് വളരെ വൈകാരികമായിട്ടുള്ളൊരു കാര്യമാണ് ശക്തൻ തമ്പുരാൻ. അദ്ദേഹത്തിൻ്റെ പ്രതിമ, അദ്ദേഹത്തിനെ ചുറ്റിക്കൊണ്ട് നഗരത്തിലേക്ക് കടക്കുന്ന രീതിയിലാണ് ശക്തൻ സ്റ്റാൻഡിനടുത്തായിട്ട് ഈ പ്രതിമ നിലനിന്നിരുന്നത്. എന്നാൽ ഇത് വീണ് കഴിഞ്ഞതിന് ശേഷം വലിയൊരു ചില തരത്തിലുള്ള ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അതായത് ബോധപൂർവം പ്രതിമയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയതാകാം എന്നതടക്കമുള്ള ചില ആരോപണങ്ങളൊക്കെ ആ സമയത്ത് വന്നിരുന്നു. ഈ സ്ഥലത്തെ തന്നെ വാർഡ് കൗൺസിലറായിട്ടുള്ള കൗൺസിലർ തന്നെയാണ് ഈ അത്തരമൊരു ആരോപണം ഉന്നയിച്ചത്. കാര്യം, ഇതിന് സമീപത്ത് നിന്ന് KSRTC ബസ് എങ്ങനെ ഈ പാഞ്ഞു കയറി എന്നുള്ളൊരു കാര്യമാണ് സംശയമായിട്ട് ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ ഈ വാഹനം വന്ന് കയറിയ ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇതിന് അല്പം മാറി, ഏകദേശം ഒരു 100 മീറ്റർ മാറി വലിയൊരു ജംഗ്ഷനുണ്ട്, വലിയൊരു വളവ് ഉള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്നും വന്നൊരു വാഹനം എങ്ങനെ ഇത്ര പെട്ടെന്ന് പാഞ്ഞ് ഇതിനുള്ളിലേക്ക് കയറി എന്നുള്ളൊരു കാര്യത്തിൽ നേരത്തെ കൗൺസിലർ അടക്കമുള്ളവർ ഒരു സംശയമൊക്കെ ഉന്നയിച്ചതാണ്. ഈ വിഷയത്തിൽ അന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. ഏതായാലും നിലവിലിപ്പോൾ ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ കോർപ്പറേഷൻ അറിയിച്ചിരുന്നൊരു കാര്യം, എത്രയും പെട്ടെന്ന് ഈ പ്രതിമ സ്ഥാപിക്കാനായിട്ടുള്ളൊരു നടപടി എടുക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഏതായാലും ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഈ പ്രതിമ കൊണ്ടുപോയാൽ തന്നെ ഏകദേശം 2 മാസത്തോളം സമയമെടുത്ത് മാത്രമേ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാൻ കഴിയൂ എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും ഇതിൻ്റെ ശില്പിയും അറിയിച്ചിരിക്കുന്നത്. രോഹിണി. ശരി കിരൺ. തൃശ്ശൂരിൽ KSRTC ബസ് ഇടിച്ച് തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകാനുള്ള നടപടികൾ തുടങ്ങി. ശില്പിയും മന്ത്രി K രാജനും പ്രതിമയ്ക്കരികിലെത്തി പ്രതിമ തിരുവനന്തപുരത്ത് എത്തിച്ച് അറ്റകുറ്റപ്പണികൾ നടത്താനാണ് നിലവിലെ ശ്രമം. കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്.